ടാസ്മാനിയയിൽ ലോൺസെസ്റ്റനിൽ ഒരു പ്ലാനറ്റോറിയം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. നമ്മൾ താമസിക്കുന്ന ഓസ്ട്രേലിയയിലെ ടാസ്മാനിയ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലെ ലോൺസെസ്റ്റനിൽ ഒരു പ്ലാനറ്റോറിയം ഉണ്ട്. ആ പ്ലാനറ്റോറിയം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യൂൻ വിക്ടോറിയ മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറിയിലാണ്. അതിന് ഫ്രണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. സോ വെൽക്കം ടു മൈ ചാനൽ. ദിസ് ഈസ് ഷെറിൻ ടോക്സ്. ഞാൻ നേരത്തെ ഒരു ട്രാം മ്യൂസിയത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ലോൺസെസ്റ്റൻ ട്രാം മ്യൂസിയം. ആ കാണുന്നതാണ് ട്രാം മ്യൂസിയം. ഈ ഒരു ഏരിയയാണ് ട്രാമിൻ്റെ മ്യൂസിയം ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ കാർ പാർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്. നിങ്ങൾ കാർ പാർക്കിംഗ് പ്രത്യേകം ശ്രദ്ധിക്കുക. കാർ പാർക്കിംഗ് പെയ്ഡാണ്. നിങ്ങൾ ഇവിടെ ഒരു കിയോസ്കി വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പേ ചെയ്തിട്ട് അതിൻ്റെ ടിക്കറ്റ് നിങ്ങളുടെ കാറിൽ വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റലായിട്ട് ചെയ്യണമെങ്കിൽ ഈസി പാർക്ക് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അത് വെച്ചിട്ട് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ക്യൂൻ വിക്ടോറിയ മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറിയുടെ ഫ്രണ്ടിലാണ്. ഇവിടെ ക്യൂൻ വിക്ടോറിയ മ്യൂസിയം മാത്രമേ ഉള്ളൂ. മ്യൂസിയവും പ്ലാനറ്റോറിയവും ചേർന്നിട്ടാണുള്ളത്. അതുപോലെ തന്നെ ലോൺസെസ്റ്റൻ ട്രാം മ്യൂസിയം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 1 ഡേ ഫുള്ളി സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ ഒരു മ്യൂസിയത്തിനകത്തും, ഈ ഒരു ട്രാം മ്യൂസിയം അവിടെയുണ്ട്, ട്രാം മ്യൂസിയം, അതുപോലെ തന്നെ ക്യൂൻ വിക്ടോറിയ മ്യൂസിയത്തിനകത്തും പ്ലാനറ്റോറിയം ഒക്കെ എക്സ്പ്ലോർ ചെയ്യാം. ഞാൻ ഇതിൻ്റെ വെബ്സൈറ്റ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ടൈമിംഗ് ഒക്കെ പോയി അതിൽ പോയി ചെക്ക് ചെയ്യുക. ടൈമിംഗ് ചെക്ക് ചെയ്യാൻ പറഞ്ഞതിന് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്ലാനറ്റോറിയം ഷോസ് ചില സമയങ്ങളിൽ അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഷോ ആയിരിക്കും. അപ്പോൾ അത് അഡൽസിന് വന്നാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. നിങ്ങൾ കുട്ടികളെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അക്കമ്പനി ചെയ്ത് മാത്രം കൊണ്ടുവരിക. അത് എല്ലാ സ്ഥലത്തും ഇവിടെ അങ്ങനെ തന്നെയാണ്. പിന്നെ അഡ്വാൻസ് ആയിട്ടൊന്ന് വിളിച്ച് ചോദിക്കുന്നത് നല്ലതാണ്. ഇന്ന സമയങ്ങളിൽ, അതായത് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്ന സമയങ്ങളിൽ ഇവിടെ ഷോ ഉണ്ടോ എന്നുള്ളൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ ആർട്ട് ഗാലറിയുടെയും ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ആർട്ട് ഗാലറി ഉള്ളത്. സോ ആർട്ട് ഗാലറിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ടൈമിങ് ചെക്ക് ചെയ്തിട്ട് പോവുക. നമുക്ക് വിൻ്റർ സമയത്തും സമ്മർ സമയത്തും ഓപ്പണിംഗ് ടൈമിങ്സിലൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതെന്താണെങ്കിലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. കൂടുതലും ഇവിടെ സമ്മറിനാണ് ആൾക്കാർ വരാറുള്ളത്, ടൂറിസ്റ്റുകൾ വരാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ക്യൂൻ വിക്ടോറിയ മ്യൂസിയം. ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ഒത്തിരി കാഴ്ചകൾ ഞാൻ കാണിക്കുന്നില്ല, കാരണം കുറേ അധികം എന്താ പറയുക ഇരുട്ട് പിടിച്ചൊരു സ്ഥലമാണ്. അപ്പം പിന്നെ അത് മാത്രമല്ല, മ്യൂസിയം പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് നേരിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് കുറച്ച് വിഷ്വൽസ് കാണിച്ചിട്ട് നമുക്കിത് എൻഡ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ ഇൻ. QVMAG, ക്യൂൻ വിക്ടോറിയ മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറി. ഇപ്പം നമ്മൾ ക്യൂൻ വിക്ടോറിയ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. എനിക്ക് ഈ ലോഗോ ഇഷ്ടപ്പെട്ടു, നല്ല രസം കാണാൻ. ഓക്കെ, സോ ഒരു ഓട്ടോമാറ്റിക് ഡോറാണ് കേട്ടോ. നമുക്ക് കയറി ചെല്ലുമ്പോഴേ ഇങ്ങനൊരു വിഷ്വലാണ് കിട്ടുന്നത്. ഈ സൈഡിൽ ഒരു ഷോപ്പിംഗ് സെൻ്ററാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കണമെങ്കിൽ, ഒരു ഓർമ്മയ്ക്കായിട്ട് മേടിക്കണമെങ്കിൽ അങ്ങനെ മേടിക്കാം. ഒരു ചെറിയൊരു ഷോപ്പിംഗ് സെൻറ്റർ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഡെസ്കിൽ നിന്നാണ് പ്ലാനറ്റോറിയത്തിന് ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കുട്ടികളെ കൊണ്ട് വരുന്ന ആൾക്കാർക്ക് കുറേ അധികം ഗെയിംസ് കാര്യങ്ങളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ കുട്ടികളെ ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു ആക്ടിവിറ്റി കൊടുക്കുന്ന രീതിയിലുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ഇവിടെ ഒരു ബോൾ ബാലൻസ് ചെയ്യുന്നൊരു സംഭവമുണ്ട്. ഇതിങ്ങനെ ഈ എന്താ പറയുക, ഈ കുരുക്കരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, സോൾവ് ദ ലൂപ്പ്, ആ ഒരു ലൂപ്പിൻ്റെ ഇത് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. പിന്നെ ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഗെയിമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുട്ടികളെ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് ഫ്രീ എൻട്രി ആണ് കേട്ടോ. അപ്പം ഇവിടെ ഇങ്ങനെ കയറുന്നതിന് എൻട്രി ഫീസൊന്നും വേണ്ട, ഫ്രീ എൻട്രിയാണ്. പ്ലാനറ്റോറിയത്തിന് മാത്രമാണ് ഫീസ് കൊടുക്കേണ്ടത്. ബാക്കി നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന സമയത്ത് ഒരു ചെറിയൊരു ഡൊണേഷൻ കൊടുത്താൽ മതി. ഇങ്ങനെ കുറേ അധികം ഗെയിമുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്കൊന്ന് കളിച്ച് നോക്കണം. ഇറ്റ്സ് നൈസ് ആക്ച്വലി. ഇവിടെ ഒരു ഓഡിറ്റോറിയം കൊടുത്തിട്ടുണ്ട്. ഓഡിറ്റോറിയത്തിനകത്തൊരു ഷോ പോലെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതിന് എൻട്രി ഫീസൊന്നും വേണ്ട. ഓക്കെ, ഒരു ചെറിയൊരു ഓഡിറ്റോറിയം സെറ്റപ്പ് ഉണ്ട് ഇവിടെ. ഓക്കെ, സോ ഈ വഴിയാണ് കേട്ടോ പ്ലാനറ്റോറിയത്തിനുള്ളിലേക്ക് പോകുന്നത്. പ്ലാനറ്റോറിയം ദിസ് എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വർക്കുകൾ ഒരു 2 സൈഡിൽ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു കഫറ്റേരിയ പോലത്തെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ, ഒരു കഫറ്റേരിയ. ഇതാണ് പ്ലാനറ്റോറിയത്തിനുള്ളിലേക്ക് പോകുന്നത്.
സോ പ്ലാനറ്റേറിയത്തിലെ ഷോ ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി കേട്ടോ. നമ്മൾ പുറത്തിറങ്ങി വരുന്ന ഈ വഴി തന്നെയാണ് ഈ പിള്ളേരുടെ കിഡ്സ് നേരത്തെ കാണിച്ചൊരു ഏരിയ തന്നെയാണ്. ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഷോ ആയിട്ട് എനിക്ക് തോന്നി. നമുക്ക് അഡൽസിന് വേണ്ടിയിട്ടുള്ള ഷോ മീൻസ് എല്ലാ ദിവസവും അങ്ങനെ ഓഫൊന്നും കിട്ടത്തില്ലല്ലോ. സോ അപ്പോൾ അഡൽസിന് വേണ്ടിയിട്ടുള്ള ഷോ സത്യം പറയാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വന്നിട്ട് വേണം ആ ഒരു ഷോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. സോ ഐ ലൈക്ക് ഡിറ്റ്, നോ പ്രോബ്ലം. ചെറിയൊരു ഷോ ആയിരുന്നു, ഒരു അരമണിക്കൂർ ഷോ ഉണ്ട്. അതിന് ശേഷം ഒരു 20-25 മിനിറ്റ്സ് പുള്ളി കുറച്ച് എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. നൈസായിരുന്നു, നൈസ് എക്സ്പീരിയൻസ്. എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസും കൂടെ ആയിരുന്നു ആലോചിക്കണം കേട്ടോ. നമ്മളിനി പോകാൻ പോകുന്നത് ക്യൂൻ വിക്ടോറിയ മ്യൂസിയത്തിലേക്കാണ്. ഒരു കിടിലം മ്യൂസിക്കാണ്. കുറേ അധികം കാര്യങ്ങൾ ഇവരിവിടെ നമുക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ നല്ലൊരു വിഷ്വൽ ക്വാളിറ്റി കിട്ടുന്നുണ്ട്. സോ എൻ്റെ പുറകിൽ കാണുന്നതാണ് മ്യൂസിയത്തിൻ്റെ എൻട്രി. ലെറ്റ്സ് ഗോ. സോ ടാസ്മാനിയൻ കണക്ഷൻസ് ത്രൂ ഡൈനോസേഴ്സ്, ജിയോളജിക്കൽ ടൈം ലൈൻ, ട്രാൻസ്പോർട്ട്, ടാസ്മാനിയ ഫോണ, അങ്ങനെ കുറേ അധികം കാര്യങ്ങളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ നോ ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ്, ടേൺ ഓഫ് ഫ്ലാഷസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഫ്ലാഷ് ഇടാൻ പാടില്ല കേട്ടോ. ഓക്കെ, കയറി വരുമ്പോൾ തന്നെ അതിമനോഹരമായിട്ടുള്ള ഡിനോസേഴ്സിൻ്റെ ഫോസിൽ ഫ്യൂൽസ് ആണ് അവിടെ. ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര മൈൻഡ് ബ്ലോയിങ്, അടിപൊളി ഒരു കാഴ്ചയാണ് കേട്ടോ. കുറേ അധികം കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പഴയ വണ്ടി, കുറേ കാര്യങ്ങളുണ്ട്. പഴയ സൈക്കിള്, ഒരു എന്താ പറയണേ, ഭയങ്കര രസം. ഒരു പഴയ ഒരു ലോകത്തേക്ക് കയറിപ്പോയ ഒരു ഫീലില്ല, ചെന്നൊരു ഫീലില്ല, അതുപോലൊരു ഫീല്. കുറേ അധികം കാര്യങ്ങൾ, കുറേ ജിയോളജിക്കൽ ടൈമിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളെല്ലാം തന്നെ ഇവരോട് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി അധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് കൾച്ചറിൽ നിന്നും. ഗവൺമെൻറ്റിൻ്റെ എന്താ പറയണേ, ഒരു ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി അധികം കാര്യങ്ങൾ ലൈക്ക് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഷെയർ ചെയ്യാനും ഒക്കെ സാധിക്കും. ടാസ്മാനിയൻ ടൈഗറിനെ പറ്റിയിട്ടും ഇവിടുത്തെ വലബി, ഇവിടുത്തെ ജീവികളെ പറ്റിയിട്ടൊക്കെ ഉള്ളൊരു ഐഡിയ ഉണ്ട്. ഇത് വൈറ്റ് വലബീനെ പറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് നൈസ് ആക്ച്വലി. ടാസ്മാനിയൻ ടൈഗർ, നമ്മുടെ ടാസ്മാനിയൻ ടൈഗറിൻ്റെ ലിറ്റിൽ റിമെയിൻസ് അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവരുടെ കുറേ അധികം വീഡിയോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ നാഷണൽ ആനിമലാണ് ടാസ്മാനിയൻ ടൈഗർ എന്ന് പറയുന്നത് കേട്ടോ. സോ ഇവിടെ കുറേ അധികം കാര്യങ്ങൾ കാണിക്കാനുണ്ട്. പക്ഷേ എല്ലാം കൂടെ ഒരു വീഡിയോയ്ക്കകത്ത് എനിക്ക് കാണിക്കാൻ സാധിക്കത്തില്ല. സോ നിങ്ങൾക്കത് വരുന്ന സമയത്ത്, ഇനി നിങ്ങൾ കാണാൻ വരുന്ന സമയത്ത് നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് ബോറടിക്കും. അതുകൊണ്ട് ഞാൻ മുഴുവനൊന്നും കാണിക്കുന്നില്ല. പിന്നെ ഇവിടുത്തെ എൻട്രി ഫീ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഫ്രീ എൻട്രിയാണ്. പക്ഷേ നിങ്ങൾക്ക് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഡൊണേഷൻസ് കൊടുക്കണമെങ്കിൽ യു ക്യാൻ ഗിവ് സം ഡൊണേഷൻ ടു ദം. അത് മാത്രം ചെയ്താൽ മതി കേട്ടോ. കാണുന്നുണ്ടോ? സോ ഗൈസ്, ഇത് പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കും കളിക്കാൻ പറ്റിയ സാധനമാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് ചെയ്യാം. അല്ലാണ്ട് നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് കളിക്കാനുള്ള ഗെയിമുണ്ട്, അത് ഞങ്ങൾ പൊട്ടിപ്പോയി. അതുകൊണ്ട് എളുപ്പമുള്ള കളികളൊക്കെ നമുക്ക് ചെയ്യാം. ഇതാണ് ഗെയിം കേട്ടോ. നമുക്കിവിടെ ചെറിയൊരു ഹിൻറ്റ് തന്നിട്ടുണ്ട്. പക്ഷേ ഹിൻറ്റ് തരാത്ത ഗെയിം അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പൊട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് ട്രൈ ചെയ്യാം. ഓക്കെ, ഇതൊരു വിക്കറ്റ് ഞാൻ ഏകദേശം ഒന്ന് ചുമ്മാ വെച്ച് ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്യട്ടോ. ഇതിങ്ങനെ വെച്ചു, ഇതിങ്ങനെ ഇവിടെ വെച്ചു, ഇതിങ്ങനെ ഇവിടെ വെച്ചു. ഏകദേശം ഇതിങ്ങനെ കോർണർ ഷേപ്പിലാണ് വരുന്നത്. ഓക്കെ, ദിസ് വൺ ആൻഡ് ദിസ് വൺ. യെസ്, ഐ ഡിഡ് ഇറ്റ്. സോ ഗൈസ്, ഞങ്ങൾ ഇവിടുത്തെ മ്യൂസിയവും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. സോ ലോൺസെസ്റ്റിനുള്ള ആളുകളും ടാസ്മാനിയയിൽ വരാൻ ആഗ്രഹിക്കുന്ന ആളുകളും ടാസ്മാനിയയിലുള്ള ആളുകളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഇവിടുത്തെ ക്യൂൻ വിക്ടോറിയ മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറി. ആർട്ട് ഗാലറിയിൽ പോകുന്നൊരു വീഡിയോ ഞാൻ വേറൊരു ദിവസം അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.